എം ബിജോയ്സ് നായർ, ഫോമർ ഓഫീസ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽസിലേക്ക് പോകാം. ഒന്നാമത്തെ ബൈ അനദർ നെയിം എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അതൊന്നും കൂടുതലങ്ങ് ഡിസ്കസ് ചെയ്യേണ്ട വലിയ വിഷയങ്ങളുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ആയുഷ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആയുഷ് എന്ന് പറഞ്ഞ മിനിസ്റ്റർ നമുക്കറിയാം, നമ്മളുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് നമ്മളുടെ ഇംഗ്ലീഷ് മെഡിസിൻ ഒക്കെ വരുന്നത്. അതേ സമയത്ത് അത് ഹെൽത്ത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്, ഹെൽത്ത് മിനിസ്ട്രിയുടെ അണ്ടറിൽ. അതേസമയത്ത് നമ്മൾ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി അങ്ങനെയൊക്കെ കുറച്ച് നമ്മളുടെ ശാഖകളും ഉണ്ടല്ലോ നമ്മളുടെ ട്രീറ്റ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അതെല്ലാം ആയുഷ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പം ആയുർവേദമായിരിക്കും അതിൽ ആയുഷ് മിനിസ്ട്രിയുടെ അണ്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കമ്പനീസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പതഞ്ജലി ഈസ് വൺ അമംഗ് ദം. പതഞ്ജലി ബാബ രാംദേവിന്റെ. അപ്പൊ ഈ പതഞ്ജലി എന്ന് പറയുന്ന കമ്പനി കോവിഡിന്റെ സമയത്ത് വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ അവർ പബ്ലിഷ് ചെയ്തു. അവരുടെ ചില പ്രോഡക്റ്റുകൾക്ക് ഇംഗ്ലീഷ് മെഡിസിനെ അവര് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട്, അലോപ്പതിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് അവർ പറഞ്ഞു അവരുടെ ഈ പറഞ്ഞ ആയുർവേദിക് പ്രോഡക്റ്റ് കഴിച്ചാൽ കോവിഡ് ഒക്കെ നിശേഷം മാറുന്നു. അതൊരു മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആണെന്ന് പറഞ്ഞ IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, കേസ് കൊടുത്തു സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി ബാബ രാംദേവിന്റെ പതഞ്ജലിയോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ അഡ്വർടൈസ്മെന്റ് വിത്ഡ്രോ ചെയ്തുകൊള്ളണം, കാരണം ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ എന്താ പറയുക ഈ മെഡിക്കൽ റിസർച്ചിന്റെ ബേസിസിലുള്ള എവിഡൻസസിന് എഗെയിൻസ്റ്റ് ആണെന്ന് അവർ പറഞ്ഞു. പക്ഷേ രാംദേവിന്റെ കമ്പനി പതഞ്ജലി അത് കേൾക്കാതെ പിന്നെയും ഈ അഡ്വർടൈസ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ പതഞ്ജലി ഗ്രൂപ്പിനെയും ബാബ രാംദേവിനെയും കോടതിയിൽ വിളിച്ചു വരുത്തിയിട്ട് സെൻഷർ ചെയ്യുകയും പിടിച്ചകത്തടി എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പത്രങ്ങളിലെല്ലാം, ഇന്ത്യയിലെ ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിലെല്ലാം അപ്പോളജി കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ചെയ്തു, അതില് ക്ഷമാപണം സുപ്രീം കോടതി ഡയറക്ഷനിൽ ഞങ്ങൾ നടത്തിയാന്ന് പറഞ്ഞ് അപ്പോളജി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റേറ്റ് ലെവലിലെ റെഗുലേറ്റേഴ്സ് ഒക്കെ ഈ പതഞ്ജലിക്കെതിരെയുള്ള ആക്ഷൻസ് എടുക്കാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോയാണ്. അപ്പോഴാണ് ആയുഷ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഡയറക്ഷൻ വരുന്നത്. ആയുഷ് മിനിസ്ട്രി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഡയറക്ഷൻ വരുന്നത് ഒരു ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസ് 1945 എന്ന റൂൾ ഉണ്ട് ഇന്ത്യയിൽ. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസ് 1945, അതിന്റെ റൂൾ 170. ഇതാണ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്ന കമ്പനീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആയുർവേദ, സിദ്ധ, യുനാനി ഇതുപോലുള്ള പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികള്, പിന്നീട് അത് മാത്രമല്ല അല്ലാതെ അലോപ്പതി പ്രോഡക്ട്സിനൊക്കെ എനിക്കൊന്ന് കോസ്മെറ്റിക് പ്രോഡക്ട്സും എല്ലാത്തിനും അവർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും അവരെ പീനലൈസ് ചെയ്യാൻ അനുവദിക്കുന്ന ഇന്ത്യൻ നിയമമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾ 1945 റൂൾ 170 എന്ന് പറയുന്നത്. ഇതിനെ ഫ്രീസ് ചെയ്തു ഗവൺമെന്റ്. തൽക്കാലത്തേക്ക് ഈ പറഞ്ഞ റൂൾ 170 ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസ് 1945 എടുത്തു കളഞ്ഞു. എന്തിനാണ് അവർ ചെയ്തതെന്ന് ഗവൺമെന്റ് പറയുന്നത്? ആയുഷ് മിനിസ്ട്രിയുടെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ റൂളിംഗ് ഒക്കെ ഉണ്ടായപ്പോ ഈ സെക്ഷൻ അല്ലെങ്കിൽ റൂൾ 170 എന്ന് പറയുന്ന ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസ് 1945 ആ ഒരു പാർട്ട് റൂൾ 170 കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, എസ്പെഷ്യലി ഫോർ സ്റ്റേറ്റ് റെഗുലേറ്റേഴ്സ്, സ്റ്റേറ്റുകളുടെ ഈ ഫീൽഡിലെ റെഗുലേറ്റേഴ്സിന്. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലം ഞങ്ങൾ ആ റൂൾ 170 എടുത്ത് കളയാണെന്ന് പറഞ്ഞു. ഇത് കോടതിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ ആയുഷ് മിനിസ്ട്രിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ആയുർവേദിക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളെ സഹായിക്കാനാണ് എന്നാണ്. ഈവൻ പതഞ്ജലിക്ക് ഉൾപ്പെടെ അതിന്റെ ഒരു സഹായം കിട്ടുന്ന രീതിയിലാണ് ഈ ആയുഷ് മിനിസ്ട്രി പെരുമാറിയെന്നാണ്. സുപ്രീം കോടതി വളരെ നിശിതമായിട്ട് ഇതിന്റെ പേരിൽ ആയുഷ് മിനിസ്ട്രിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ജൂലൈയിലാണ് അവർ ഈ ഒരു ഡിസിഷൻ എടുത്തത്. ഈ പറഞ്ഞ റൂൾ 170 ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസ് 1945 ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഫ്രീസ് ചെയ്യാൻ ഉള്ള തീരുമാനം എടുത്ത ജൂലൈയിലാണ് നമ്മളുടെ ആയുഷ് മിനിസ്ട്രി. അതിനെ സ്റ്റേ ചെയ്തു കോടതി, എന്നിട്ട് വളരെ ഇതായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ ഒരുപാട് ഫേക്ക് ആയുർവേദിക് പ്രോഡക്ട്സുകളും ഫേക്ക് ആയിട്ടുള്ള ഈ പറഞ്ഞ യുനാനി പ്രോഡക്ട്സും ഒക്കെ ഇറങ്ങുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇവിടെ റെഗുലേറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇനി ഹൈ ക്വാളിറ്റി മെഡിസിൻസും അല്ലാത്ത പ്രോഡക്ട്സും ഒക്കെ ഉണ്ടാക്കണം. അത് ഹൈ ക്വാളിറ്റി ആകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് കോസ്റ്റ്ലി ആവും സ്വാഭാവികമായിട്ടും. പക്ഷേ കോസ്റ്റ്ലി ആണെങ്കിൽ പോലും അതിന് നമ്മളുടെ കൺസ്യൂമേഴ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്ന എൻ യൂസേഴ്സിലേക്ക് വില കുറച്ച് എത്തിക്കണം എന്നൊക്കെയാണ് ഗവൺമെന്റിന്റെയും റെഗുലേറ്റേഴ്സിന്റെ ഒക്കെ ലക്ഷ്യം. പക്ഷെ പലപ്പോഴും നടക്കാറില്ല. നമ്മളുടെ എൻ യൂസറിന് എപ്പോഴും അത് കോസ്റ്റ്ലി ആയിട്ട് തന്നെ കിട്ടുന്ന സാധനത്തിന്റെ ക്വാളിറ്റിയും കൂടെ എൻഷുർ ചെയ്യാൻ പറ്റാതായാലോ. അപ്പോൾ
ഇതിനുവേണ്ടി സുപ്രീം കോടതി കുറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി ഇപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് ഏജൻസീസിനോട് പറഞ്ഞിട്ടുണ്ട് അവർ ഇത്തരത്തിലുള്ള ഒരു മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റും അവർ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പൊ അതൊരു നല്ല ഡിസിഷൻ ആണെങ്കിൽ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാവെന്ന് അറിഞ്ഞൂടാ, നല്ലൊരു ഡയറക്ഷൻ ആണെങ്കിലും. അതുപോലെ ഈ കമ്പനീസ്, ഇപ്പൊ പതഞ്ജലി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കേസിന് എടുത്താൽ അവർ സ്വയം സാക്ഷ്യപ്പെടുത്തണം ഞങ്ങൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നില്ല എന്ന്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടായി. ഗവൺമെന്റിന്റെ ആ രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇമ്പാർഷ്യൽ ആയിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടായാലേ ഈ പറഞ്ഞ ആയുർവേദ പോലുള്ള മേഖലയിലെ ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് അതിൽ നിന്ന് ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ, പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഈ കോടതി വളരെ ആക്റ്റീവായിട്ട് ജുഡീഷ്യൽ ആക്ടിവിസം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വളരെ ലാക്സിറ്റിയാണ് അതിലുള്ളത്. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ ബയോടെക് എനിഗ്മ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ച ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അത് ബയോടെക്നോളജി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബയോ E3 എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ്, ബയോ E3 എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോ ലോഞ്ച് ചെയ്തു. ഈ ബയോ E3 എന്നൊരു പേര് വരാൻ കാര്യം ബയോടെക്നോളജി സെക്ടറിലെ ഈ E3 എന്ന് ഉദ്ദേശിക്കുന്നത് 3 Eകളാണ്: എക്കോണമി, എൻവയോൺമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ്. ഇത് മൂന്നും ഇംപ്രൂവ് ചെയ്യുക. ബയോടെക്നോളജി സെക്ടറിലെ ഈ 3 E's ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോ E3 എന്ന് പറയുന്ന സംഭവം. ഇത് ക്യാബിനറ്റ് ഡിക്ലെയർ ചെയ്തു. പക്ഷെ ഇതിന്റെ ഫൈൻ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. കാരണം ഈവൻ ഈ ബയോ E3 എന്ന് പറയുന്ന ഒരു സംഭവം ഒരു സ്കീമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ട് പോലും അതിന്റെ ബഡ്ജറ്റഡ് ഫണ്ട് എത്രയാണ്, അതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റഡ് എമൗണ്ട് എത്രയാണ്, അതൊന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം 1986 തൊട്ടേ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഉണ്ട്. അത് വളരെ കമന്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. 1986 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു 40 വർഷം മുമ്പേ ഇന്ത്യക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഉണ്ട്. അവരുടെ പ്രവർത്തനത്തിന് പരമായിട്ട് നല്ല കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. വാക്സിൻ ഡെവലപ്മെന്റ് പോലുള്ള സംഭവങ്ങളിൽ ഇന്ത്യ ഇന്ന് ഗ്ലോബൽ ലീഡറായിട്ട് മാറി. ഇന്ത്യ ഒരു വാക്സിൻ ഫാക്ടറി ആയിട്ട് മാറി due to the initiatives of this department. So it is very commendable from the part of government of India of that time. 1986 എനിക്ക് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യ ഭരിച്ചത്. അപ്പൊ അതിനുശേഷം സബ്സിക്വന്റ് ഗവൺമെന്റ്സ് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ആ ഫീൽഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാരും വിചാരിച്ചത് IT റവല്യൂഷന് പകരമായിട്ടോ അല്ലെങ്കിൽ IT റവല്യൂഷന് പാരലായിട്ട് ഒരു BT റവല്യൂഷൻ ഇന്ത്യയിൽ ഉണ്ടാവുന്ന കാഴ്ച, ഇൻഫർമേഷൻ ടെക്നോളജി പോലെ ബയോടെക്നോളജി റവല്യൂഷൻ. പക്ഷേ ഈ വാക്സിൻ ഫാക്ടറി ആയിട്ടൊക്കെ മാറി വാക്സിൻ ഡെവലപ്മെന്റ് കാര്യത്തിലൊക്കെ നമ്മൾ ഗ്ലോബൽ ലീഡറായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ പോലുള്ള കമ്പനികൾ വാക്സിൻ മാനുഫാക്ചറിംഗ് കാര്യത്തിൽ ലോകത്തിലെ നമ്പർ 1 ഒക്കെ ആയെങ്കിലും ബയോടെക്നോളജി സെക്ടറിൽ നമ്മൾ ഒരു ഗ്ലോബൽ ലീഡർ ആയില്ല. കാരണം ഈ ബയോടെക്നോളജിയിൽ വാക്സിൻ മാനുഫാക്ചറിങ്ങിനെ പോലെ തന്നെ വേറെ പല സംഭവങ്ങളും ഉണ്ട്. ഹൈ വാല്യൂ മൈക്രോബ്സ്, ജീൻ മോഡിഫിക്കേഷൻ ടെക്നോളജി, ബയോപ്ലാസ്റ്റിക്സ്, ബയോ മെറ്റീരിയൽസ്, ഹൈ പ്രസിഷൻ മെഡിക്കൽ ഡിവൈസസ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി, ഇതൊക്കെയുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ ഒന്നും ആയില്ല. നമുക്ക് നല്ല നോളജ് ഉണ്ട് ഈ സെക്ടറിൽ, നല്ല ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റൽ ഉണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈവൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അവരുടെ ഇൻഗ്രീഡിയൻസ് പോലും, അവർക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും ഡിവൈസസും ഒക്കെ, പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഡിവൈസസും ഒക്കെ പോലും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യണത് മറ്റു രാജ്യങ്ങളിൽ നിന്ന്. അങ്ങനെ ഒരു സിനാരിയോ ആണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ആ അവസ്ഥ മാറ്റിയെടുക്കാനാണ് ബയോ E3 എന്ന് പറയുന്ന പോളിസി എയിം ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇനി ഈ സെക്കൻഡ് പാരഗ്രാഫിൽ എന്തുകൊണ്ട് ബയോ E3 എന്ന് പറഞ്ഞൊരു പ്രോജക്ട് വഴി എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും, അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ബയോടെക്നോളജി സെക്ടറിന്റെ പ്രാധാന്യം എന്തെന്നൊക്കെയാണ്. അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ തന്നെ പറയാം ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ. ഞാൻ നിങ്ങളെ ക്ലാസ്സിന് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ് പല കാര്യം. ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള സീഡ്സ് ഡെവലപ്പ് ചെയ്യണം. സീഡ്സ് ഇപ്പം നമ്മൾ വാട്ടർ സ്കേഴ്സിറ്റിയുള്ള സ്ഥലങ്ങളിൽ പോലും പിന്നീട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സീഡ്സ്, ക്ലൈമറ്റ് റെസിലിയന്റ്, ഫ്ലഡിനെ റെസിസ്റ്റ് ചെയ്യുന്ന സീഡ്സ്, അങ്ങനെയൊക്കെയുള്ള ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കാർബൺ ക്യാപ്ചർ, ഫ്യൂച്ചറിസ്റ്റിക് മറീൻ ആൻഡ് സ്പേസ് റിസർച്ച്, ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം ബയോടെക്നോളജിയുടെ ഭയങ്കരമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഭാവിയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ബയോടെക്നോളജി ഫീൽഡിൽ അത്രയും ഒരു ഇമ്പട്ടസ് കൊടുക്കേണ്ട, ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാലം തന്നെയാണ് തീർച്ചയായിട്ടും. നമ്മൾ താമസിച്ചു പോയി. നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റലും ഈ ഫീൽഡിൽ നല്ല റിസർച്ചും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മൾ
ഒരു മേഖലയിൽ സക്സസ്ഫുൾ ആയതല്ലാതെ മറ്റു മേഖലകളിൽ 86 തൊട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. 40 വർഷത്തോളം ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇതിൽ ഗ്ലോബലി റിനൗണ്ട് ആയിട്ടുള്ള ജൈജാന്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കമ്പനീസ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. വളരെ ചുരുക്കം കമ്പനികളേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഈ നോൺ ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റ് ഉണ്ട്, പിന്നെ കാർബൺ എമിഷൻ ഉണ്ട്. ഇതിനെയൊക്കെ തടയാൻ ഈ ബയോടെക്നോളജിയുടെയും കൂടെ സഹായം വേണ്ടി വരും. അപ്പോൾ ഫ്യൂച്ചർ ഇൻഡസ്ട്രീസ് എല്ലാം എൻവയോൺമെന്റലി ബിനൈൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ സോഫിസ്റ്റിക്കേറ്റഡ് ബയോടെക്നോളജിയുടെ അഭാവത്തിൽ അതൊക്കെ ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മളുടെ എൻവയോൺമെന്റിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന, ലോകത്തിൽ തന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന്റെ കാര്യത്തിലേക്ക് ഏറ്റവും നല്ല ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സെക്ടറിലുള്ള അഡ്വാൻസ്മെന്റ് നമുക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ മറ്റു രാജ്യങ്ങൾ പല കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് വെൽ ഇന്റൻഷനാണ്. പക്ഷേ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഇങ്ങനെ ഒരു സ്കീം അനൗൺസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം. ഈ മേഖലയിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എൻഷുർ ചെയ്യുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, ലോങ് ടൈം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, അത് ഗവൺമെന്റ് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, പ്രൈവറ്റ് കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്യണം. അതിനൊക്കെയുള്ള എനേബിളിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതല്ലാതെ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിന്റെ ഭാഗമായിട്ട് ഒരു സ്കീം ലോഞ്ച് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിൽ പറയുന്നത് എന്താണ്, ഗവൺമെന്റിന്റെ ബയോ E3 എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിനെ കുറിച്ചാണ്. പിന്നെ കണക്ടിങ് ദ ഡോട്ട്സ് ഇൻ ദ കീവ് വിസിറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. അത് സത്യത്തിൽ ഞാൻ ഇന്നലെ ഹിന്ദുവിൽ എഡിറ്റോറിയലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ അവരൊന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. കീവ് അറിയാലോ, യുക്രൈന്റെ ക്യാപിറ്റലാണ്. യുക്രൈന്റെ ക്യാപിറ്റലായ കീവ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പൊ വിസിറ്റ് ചെയ്തു. അതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം പോളണ്ട് വിസിറ്റ് ചെയ്തു, ഓസ്ട്രിയ വിസിറ്റ് ചെയ്തു, കുറച്ചു ദിവസം മുമ്പ് റഷ്യ വിസിറ്റ് ചെയ്തു. ആ വിസിറ്റിലേക്കൊക്കെ ശേഷം അമേരിക്കയുടെ പ്രസിഡന്റ് ജോയ് ബൈഡൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയോട് ഫോണിൽ കൂടെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വ്ളാഡിമിർ പുടിനുമായിട്ട് ഫോണിൽ കൂടെ റഷ്യൻ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ളൊരു പീസ് ഇനിഷ്യേറ്റീവ് ടു മേക്ക് അറ്റ്ലീസ്റ്റ് എ ടെമ്പററി എന്താ പറയുന്ന ഒരു പീസ് എഫേർട്ട് രണ്ട് രാജ്യങ്ങളുടെ ടെമ്പററി ആയിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറ് ഒക്കെ കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമമായിരിക്കണം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഒഫീഷ്യലി ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതില് ഇന്ത്യ എടുത്തിരുന്നൊരു സ്റ്റാൻഡ്, ഇങ്ങനെ ഒരു പീസ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇന്ത്യ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒഫീഷ്യൽ റിക്വസ്റ്റ് ഈ പാർട്ടീസ് കൺസേൺഡിന്റെ സൈഡിൽ നിന്ന് വരണമെന്നാണ്. അപ്പൊ ഇന്ത്യക്ക് അത്തരത്തിലുള്ള റിക്വസ്റ്റ് ഈയിടയ്ക്ക് കിട്ടി. ഇതാ ഇവിടെ പറയുന്നുണ്ട്, മാർച്ചില് യുക്രൈന്റെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഡിമിത്രിയോ കുലേബ ഇന്ത്യയിൽ വന്നപ്പോ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യയോട്, അതായത് ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പീസ് യുക്രൈന്റെയും റഷ്യയുടെയും ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതായത് യുക്രൈനിയൻ ഫോറിൻ മിനിസ്റ്റർ. അത് ഇന്ത്യക്ക് ഈ ഒരു സംഭവത്തിലേക്ക് ആക്റ്റീവായിട്ടുള്ള റോൾ എടുത്ത് ഈ ഒരു പീസ് എഫേർട്ടിന്റെ ഒരു ബ്രോക്കർ ആകാൻ, ഒരു പീസ് ബ്രോക്കർ ആവാൻ ഉള്ള ഒരു അവസരം ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഗ്ലോബൽ സൗത്ത് കൺട്രീസ് എന്നറിയപ്പെടുന്ന ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ലീഡറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ സൗത്ത് കൺട്രീസിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഈ യുക്രൈൻ റഷ്യ വാർ ഉണ്ടാകുമ്പോൾ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, യുക്രൈൻ ഈസ് എ ബിഗ് പ്രൊഡ്യൂസർ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, എസ്പെഷ്യലി ഫോർ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ആഫ്രിക്കൻ കൺട്രീസ്. അപ്പോൾ ഡ്യൂ ടു ദ വാർ ഈ പറഞ്ഞ ഫുഡ് ഗ്രെയിൻസിന്റെ സപ്ലൈയിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട്. പൂർണ്ണമായിട്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടില്ല. അപ്പൊ അത് പല രാജ്യങ്ങളിലും ഇൻഫ്ലേഷന് കാരണമാകും. അതുപോലെ തന്നെ റഷ്യ എന്ന് പറയുന്നത് ഓയിലിന്റെ സപ്ലൈ, ഗ്യാസിന്റെ സപ്ലൈയിലൊക്കെ ലോകത്തിലെ ലീഡറാണ്. അപ്പം യൂറോപ്പിനാണ് മെയിൻലി ബാധിക്കുന്നതെങ്കിലും മറ്റ് പല രാജ്യങ്ങളെയും ബാധിക്കാറുണ്ട് ഈ ഓയിൽ ഗ്യാസ് സപ്ലൈയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ആ രാജ്യങ്ങളിൽ ഇൻഫ്ലേഷനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പം ഈ പ്രോബ്ലം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സഹായിക്കാനുള്ള ഒരു ബാധ്യത ഗ്ലോബൽ സൗത്ത് നേഷൻസിന്റെ ലീഡറായ ഇന്ത്യക്ക് ഉണ്ട്. അപ്പം അതും അവിടെ പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നത്. പിന്നെ ഇത്
അമേരിക്കയുടെ എപ്പോഴും ഉള്ളൊരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അമേരിക്ക ആണല്ലോ ഏറ്റവും വലിയ ബാക്കർ ഫോർ യുക്രൈൻ ഇൻ ദിസ് വാർ. They are giving all the logistics support and also they are supporting them through big amount of money. അപ്പം billions of dollars they are giving to Ukraine for conducting this war smoothly. അപ്പം അമേരിക്ക എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്ന് മാത്രമേ പുടിനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാവുള്ളതാണ്. ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്ന് മാത്രം. പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് യുക്രൈന് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് വോളോഡിമിർ സെലൻസ്കിയുടെ യുക്രൈന്റെ പട്ടാളം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് റഷ്യയുടെ ഒരു പ്രദേശമായ കുർസ്ക് എന്ന് പറഞ്ഞ റീജിയൻ, ഞാൻ എന്തായാലും അത് പറഞ്ഞായിരുന്നു, KURSK, കുർസ്ക് എന്ന് പറഞ്ഞ റഷ്യൻ റീജിയനിൽ കടന്നു കയറ്റം നടത്തി. അത് റഷ്യക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ആദ്യമായിട്ട് റഷ്യൻ ടെറിട്ടറിയുടെ കുറച്ച് മേഖലകൾ, റഷ്യയുടെ കുറച്ച് ടെറിട്ടറീസിൽ കൺട്രോളിൽ കൊണ്ടുവരാൻ യുക്രൈന് കഴിഞ്ഞു. അപ്പോൾ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ അത് യുക്രൈനെയും അമേരിക്കയൊക്കെ സഹായിക്കും എന്നും അവർ കരുതുന്നു. അതുപോലെ ഈ ഒരു പീസ് എഫേർട്ട് എത്രയും പെട്ടെന്ന് നടപ്പാക്കിയെടുത്ത ഒരു പീസ് ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ കൊണ്ടുവരേണ്ടത് ഏറ്റവും വലിയ ആവശ്യം ഇന്ന് ജോയ് ബൈഡന്റേതാണ്. കാര്യം ജോയ് ബൈഡൻ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പം പ്രസിഡന്റ് ഇലക്ഷന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് കമലാ ഹാരിസ് ആണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഫോറിൻ പോളിസി ഇനിഷ്യേറ്റീവ്സിലൊക്കെ വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ വേറൊരു വലിയ ത്രെറ്റ് ഉണ്ട്. ഇഫ് റിപ്പബ്ലിക്കൻ പാർട്ടി വിൻസ് ദിസ് ഇലക്ഷൻ, then Donald Trump is going to become the president of USA, and his stated position is that he will immediately put an end to the ongoing war between Russia and Ukraine എന്നാണ്. For that അദ്ദേഹത്തിന് ആക്ച്വലി ഒരു പാർഷ്യാലിറ്റി റഷ്യയോടുണ്ട്. അപ്പം യുക്രൈൻ ഈസ് ഗോയിങ് ടു സഫർ അണ്ടർ എ പോസിബിൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻസി. അപ്പൊ അതിന് മുമ്പായിട്ട് യുക്രൈന് ഫേവറബിൾ ആവുന്ന രീതിയിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനും ജോയ് ബൈഡൻ ശ്രമിക്കും. അപ്പൊ അതിലൊക്കെ വെസ്റ്റിനും അതുപോലെ റഷ്യക്കും ഒരേ രീതിയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നേഷൻ ഇതിന്റെ ഇടയിൽ പീസ് ബ്രോക്കർ ആയിട്ട് വേണം. അത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ലോകത്ത് ഇന്ത്യ മാത്രമാണ്. ഇനി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു മിഡിൽ മാൻ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഒരു പീസ് ബ്രോക്കർ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഗുണം? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് സമീപകാല ഇന്ത്യയിൽ ഇന്റർനാഷണലി ഒരുപാട് അക്ലൈം അല്ലെങ്കിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയ പ്രൈം മിനിസ്റ്റർ. ഇപ്പോൾ ഏതാണ്ട് 10-15 രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സിവിലിയൻ ഓണർ തന്നെ മോഡിക്ക് കിട്ടിയിട്ടുണ്ട്. UAEയുടെയും സൗദിയുടെയും അതുപോലെ മാൽദീവ്സിന്റെയും പിന്നീട് പാലസ്റ്റീന്റെയും ഒക്കെ. ഇത് ഞാൻ ഇസ്ലാമിക് വേൾഡ് രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞത്. അതുപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ ഹയസ്റ്റ് സിവിലിയൻ ഓണറൊക്കെ കിട്ടി. അത് അദ്ദേഹത്തിന് ഈ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇപ്പൊ ഡൊമസ്റ്റിക് ലെവലിൽ അദ്ദേഹത്തിന് കുറച്ച് തിരിച്ചടികൾ കിട്ടിയ കാലമാണ്. 2024 ഇലക്ഷനിൽ അദ്ദേഹം വിചാരിച്ച മെജോറിറ്റി കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഒപ്പോസിഷൻ ഇന്ത്യയിൽ എംബോൾഡൻ ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഡോമിനന്റ് പൊസിഷൻ, പോൾ പൊസിഷനിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് മോഡിയാണ്. ആ ഒരു പൊസിഷന് ഇളക്കം തട്ടാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു യുക്രൈൻ റഷ്യ വാറിൽ ഒരു പീസ് മേക്കറായിട്ട്, പീസ് ബ്രോക്കറായിട്ട് അതിന്റെ ഇടയിൽ നിന്ന് അതിൽ സക്സീഡ് ആയാൽ ദാറ്റ് വിൽ കേറ്റർ ടു ഹിസ് ഡൊമസ്റ്റിക് ഓഡിയൻസ് ഓൾസോ. അപ്പൊ ഇന്ത്യക്കകത്ത് അദ്ദേഹത്തിന്റെ പൊസിഷൻ കൂടുതൽ സ്ട്രെങ്തിലാക്കി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സഹായിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി താഴെ ഒരു ആർട്ടിക്കിളാണ്, മൂവിംഗ് ദ സ്പോട്ട് ലൈറ്റ് ടു ഗ്രാസ് റൂട്ട് ഡെമോക്രസി. ഇതില് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇമ്പാർഷ്യൽ ആയിട്ടാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നത് എൻഷുർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഇന്ത്യ ഉണ്ടാക്കിയ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏറ്റവും ഇമ്പാർഷ്യലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അത് ഈ ഇലക്ഷനോട് കൂടി എന്തെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി. കാരണം പലരും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിലൊക്കെ പല കുഴപ്പങ്ങൾ ആരോപിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെ ആണെന്ന് ഇലക്ഷനിൽ തെളിഞ്ഞു. കാര്യം അങ്ങനെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കുഴപ്പം കാണിച്ച് ഇൻ ഫേവർ ഓഫ് BJP അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വല്ലതും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഈ തവണ ഇലക്ഷനിൽ മോദിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടില്ലായിരുന്നു. UP-യിൽ പോലും അവരുടെ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ സിറ്റാഡൽ എന്നറിയപ്പെടുന്ന UP-യിൽ പോലും അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ സമാജ്വാദി പാർട്ടിക്കാണ്. BJP-ക്ക് അതിന്റെ താഴെ കിട്ടിയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇംപാർഷ്യൽ ഇൻ ഇന്ത്യ ആൻഡ് ദ റെസ്പോൺസിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ കണ്ടക്ടിംഗ് ദ ഇലക്ഷൻസ്
റെസ്പോൺസിബിളി ആൻഡ് ഇമ്പാർഷ്യലി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പം അതെല്ലാം അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI പോലെ SEC ഉണ്ട്. SEC സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ്. ഓൾമോസ്റ്റ് in every states there are SEC state election commissioners. In Kerala also there is an SEC state election commission. എന്താ അവരുടെ ജോലി? അവരുടെ ജോലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 243K 243Z ഇതൊക്കെ വഴിയാണ് 1993 സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് വരുന്നത്. അതിന്റെ കാരണം 73rd and 74th അമെന്റ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി ആക്ടും ഒക്കെ നിലവിൽ വരുന്ന ഈ 73rd and 74th അമെന്റ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരിക. അപ്പൊ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നപ്പോ ഈ പഞ്ചായത്ത് ലെവലിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ആർട്ടിക്കിൾ 243K ആർട്ടിക്കിൾ 243Z എന്നീ സംഭവങ്ങൾ വഴി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ജോലി എന്താണെന്ന് മനസ്സിലായല്ലോ. വേറൊന്നും അല്ല, നമ്മളെ പഞ്ചായത്ത് ഇലക്ഷൻസ്, ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. പക്ഷേ once in each and every 5 years there should be a panchayat level election, and in Kerala it is always taking place according to the timetable. ഒരു പ്രോബ്ലം ഇല്ലാതെ കേരളത്തിൽ നടക്കുന്നുണ്ട്. മിക്കവാറും ഇന്ത്യയിൽ 10-11 സ്റ്റേറ്റുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിങ് കർണാടകം ഈ ഇലക്ഷൻ എങ്ങനെയെങ്കിലും ഡിലേ ആക്കാനാണ് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ശ്രമിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അവർ വീക്കൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ പവർ അവർ പതുക്കെ ഡൈല്യൂട്ട് ചെയ്യുന്നു. അതേസമയത്ത് ഇന്ത്യയിൽ കേരളം ഉൾപ്പെടുന്ന ഒരു 10-12 സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ എംപവർ ചെയ്യുക ചെയ്തത്. അതിന്റെയൊക്കെ കണക്ക് അവർ പറയുന്നുണ്ട് ഇതിന്റെ അകത്ത്. അപ്പോൾ ഇപ്പൊ പെട്ടെന്നൊരു വിഷയമായിട്ട് ഈ ആർട്ടിക്കിൾ വരാൻ കാര്യം, കർണാടകത്തിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതി ഓഫ് കർണാടകത്തിന് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന് അഗേൻസ്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഇലക്ഷൻ ഓൾറെഡി 2-3 വർഷമായിട്ട് ഡിലേ ആയി. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കേണ്ട കാലം കഴിഞ്ഞ് വീണ്ടും 2-3 വർഷമായി. എന്നിട്ട് ഇലക്ഷൻ നടക്കാത്തതിന്റെ പേരിൽ അവിടെ ഹൈക്കോടതി അത് ഇടപെട്ട് എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനോട് ഇലക്ഷൻ നടത്താൻ പറഞ്ഞു. പക്ഷേ കർണാടക ഗവൺമെന്റ് ആണ് ഒരു കാര്യം ചെയ്യേണ്ടത്. എന്താണെന്ന് അറിയാമോ? ഡീലിമിറ്റേഷൻ എന്താണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലങ്ങൾ നിർണ്ണയിക്കുന്നതാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ആകുമ്പോൾ വാർഡുകളൊക്കെ നിർണ്ണയിക്കണം. അതൊക്കെ നിർണ്ണയിച്ചു കൊടുക്കേണ്ട കർണാടക ഗവൺമെന്റ്. അവർ പക്ഷെ ചെയ്യുന്നില്ല. അവർ ചെയ്താലേ ഇത് ഇലക്ഷൻ കമ്മീഷന് ചെയ്യാൻ പറ്റൂ. ഇതേ അവസ്ഥ ആന്ധ്രയിലും പല സ്റ്റേറ്റുകളിലും ഉണ്ട്. പല സ്റ്റേറ്റുകളിലും ഈ പക്കായിട്ട് 5 years കൂടുമ്പോൾ ഇലക്ഷൻ നടക്കുന്നില്ല. അത് നമ്മൾ ഡെമോക്രസി അണ്ടർമൈൻ ചെയ്യുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഗ്രാസ് റൂട്ട് ഡെമോക്രസി എപ്പോഴും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ത്രൂ പഞ്ചായത്തി രാജ് സിസ്റ്റമാണ്. ഗ്രാസ് റൂട്ട് ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ തൊട്ട് നമ്മൾ ഡെമോക്രാറ്റിക് പ്രോസസ് വഴി ഇലക്ട് ചെയ്യുന്നതിനാണ് ഫ്രം ദ ഗ്രാസ് റൂട്ട്. നമ്മളുടെ തൊട്ടടുത്ത് നമുക്ക് റെപ്രസെന്റേറ്റീവ് ആണ്. MLA നമ്മളെ അടുത്ത് എപ്പോഴും കാണൂല, പക്ഷേ പഞ്ചായത്ത് മെമ്പർ എപ്പോഴും നമ്മളെ കൂടെ കാണും. അപ്പൊ ഗ്രാസ് റൂട്ട് ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാൻ ഇപ്പോ എന്താ വേണം? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രെങ്തൻ ചെയ്യപ്പെടണം. അതിന് 5 years കൂടുമ്പോൾ ഇലക്ഷൻ നടക്കണം. അതിന് വ്യക്തമായ ഒരു നിയമനിർമ്മാണം ഇന്ത്യയിൽ കൊണ്ടുവരണതിന്റെ അകത്ത് പറയുന്നുണ്ട്. ഒപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസിന് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പോലെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യകത. അതിനു വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്യുന്ന അതേ രീതിയിൽ ഇതിന്റെ അപ്പോയിന്റ്മെന്റ് കൊണ്ടുവരണമെന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പ്രൈം മിനിസ്റ്ററും ഓപ്പോസിഷൻ ലീഡറും ചേർന്നാണ് നമ്മളെ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിലിപ്പോൾ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതിൽ ചെറിയൊരു ചേഞ്ച്, അതിലൊരാൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മാറി, അത്രേ ഉള്ളൂ. അതേപോലെ സ്റ്റേറ്റ് ലെവലിൽ SEC അപ്പോയിന്റ്മെന്റും ചീഫ് മിനിസ്റ്ററും ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ടാണെങ്കിൽ കേരള, അല്ലെങ്കിൽ കർണാടക ആണെങ്കിൽ കർണാടക ഹൈക്കോർട്ട് പ്ലസ് ഓപ്പോസിഷൻ ലീഡർ വഴി വരണമെന്നുള്ളത് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഡീലിമിറ്റേഷൻ നടത്താനുള്ള ഡിലേ ആക്കുന്നതൊക്കെയാണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. ഡീലിമിറ്റേഷൻ നടത്താനുള്ള അവകാശം സ്റ്റേറ്റുകൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അതിന് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ പറ്റൂല. പക്ഷേ അതിന് ഫിക്സ്ഡ് ആയിട്ട് ഒരു ടെന്യൂർ വെക്കണം. അത് 10 years കൂടുമ്പോൾ മസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കണം, അല്ലെങ്കിൽ 5 years കൂടുമ്പോൾ മസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കണം. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള മാൻഡേറ്റ് കൊടുക്കണം അവർക്ക്. അത് സ്ട്രിക്റ്റ് ആക്കണം. അപ്പൊ പിന്നെ സ്റ്റേറ്റൊക്കെ അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ വാർഡുകളുടെ നിർണയം, അതുപോലെ ഏത് വാർഡാണ് റിസർവ്ഡ് വാർഡ്, സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട്, SC STക്കും ഒക്കെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്. എന്നിട്ട് ഈ മേയർമാരെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഒക്കെ ഇലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും സ്റ്റേറ്റുകളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് പലപ്പോഴും പ്രിസൈഡിംഗ് ഓഫീസറൊക്കെ ആയിട്ടിരിക്കുന്നത്. അതിലും കറപ്ഷൻ നടത്താറുണ്ട്. അതും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത് അവരെ എംപവർ ചെയ്യിക്കണം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ വിൽ ബി മോർ പവർഫുൾ ആൻഡ് impartially they can conduct elections for the local bodies like election commission of India is doing for the parliament and legislative assembly elections. അപ്പൊ അങ്ങനെ ആക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുവഴി ഗ്രാസ് റൂട്ട് ഡെമോക്രസി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ബന്ധം കുറച്ചുള്ളതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിലേക്ക് വരുമ്പോൾ അടുത്ത പേജിലേക്ക് വരാം. അനലൈസിംഗ് ദ ജെൻഡർ ബഡ്ജറ്റ് ഓഫ് 2024-25. അതങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല.
വേറെ ഒന്നുമല്ല, ജെൻഡർ ബഡ്ജറ്റ് എന്താണെന്ന് വെച്ചാല് നമ്മളെ ബഡ്ജറ്റിന്റെ എത്ര പോർഷൻ സ്ത്രീകളുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ജെൻഡർ ബഡ്ജറ്റ് ഇപ്പോൾ 1% ഓഫ് GDP ആണ്. അതായത് നമ്മളുടെ മൊത്തം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 1% സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവാക്കുന്നത്. അത് ഈ ബഡ്ജറ്റ് എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതാണ് ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്ത്രീ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി, വിമനിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യം, പ്രധാനമന്ത്രി ആവാസ് യോജന PMAY. ഈ PMAY ആക്ച്വലി കംപ്ലീറ്റ്ലി വിമൻ സെൻട്രിക് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു 10,000 കോടി എന്നല്ല, ചുമ്മാ പറഞ്ഞാൽ 50,000 കോടി, 1,00,000 കോടിയൊക്കെ ഒരു ബഡ്ജറ്റ് മാറ്റിയിരിക്കുന്നത്. ആ എമൗണ്ട് ഫുള്ള് ജെൻഡർ ബഡ്ജറ്റ് ആണ്. കാര്യം എന്താണ്? അത് ഫുള്ളി സ്ത്രീയുടെ പേരിലേ കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് വീടില്ലാത്ത ഒരാളാണെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അണ്ടറിൽ എനിക്കൊരു വീട് കിട്ടിയാൽ അത് എന്റെ പേരിൽ കിട്ടൂല, അത് എന്റെ വൈഫിന്റെ പേരിലേ കിട്ടുള്ളൂ. അങ്ങനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയമം. അപ്പൊ PMAY എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ ഒരു ജെൻഡർ ഈ ബഡ്ജറ്റിങ്ങിൽ സ്ത്രീകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മണിയായിട്ടേ അത് വരുള്ളൂ. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സിസ്റ്റം, അതിൽ ആണും പെണ്ണും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏതാണ്ട് 37% സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ ഫണ്ടിങ്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് കൂട്ടും. ഇതിൽ തന്നെ ABC അങ്ങനെയൊക്കെ ഉള്ള എൻട്രി ഉണ്ട്. എക്കകത്ത് ഫുള്ളി 100% സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അല്ല എക്കകത്ത് പോകും. അപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന എയിൽ വരും. കാര്യം എന്താണ്? അത് ഫുള്ളി സ്ത്രീക്ക് മാത്രമേ വീട് അവരുടെ പേരിലേക്ക് കൊടുക്കുകയുള്ളൂ. പുരുഷനും അവരുടെ മക്കളും ഒക്കെ അതിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അത് കംപ്ലീറ്റ്ലി 100% ഫണ്ടിങ് ഈസ് ഫോർ വിമൻ. അപ്പൊ അത് എയിൽ പോകും. ബിയിൽ എനിക്ക് തോന്നുന്നു 30% ഫണ്ടിങ് സ്ത്രീകൾക്കുള്ള പ്രോജക്റ്റുകൾ കാണും, സ്കീമുകൾ കാണും. അത് ബിയിൽ പോകും. സി എന്ന് പറഞ്ഞൊരു പുതിയ എൻട്രി ഇപ്പൊ കൊണ്ട്, ഇത്രയും കാലം സി ഇല്ലായിരുന്നു. അത് 30% താഴെ ഫണ്ടിങ്ങും ഉള്ള സ്കീമുകൾ സ്ത്രീകൾക്ക്, അത് സിയിൽ പോകും. അങ്ങനെ. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞങ്ങ് മനസ്സിലാവുന്നുണ്ട്, ഇത് വായിച്ചു നോക്കാൻ മനസ്സിലാവും. അതായത് എത്രയേ ഉള്ളൂ, ഒരു 10,000 crore ഗവൺമെന്റ് ഒരു സ്കീമിന് ചെലവാക്കുന്നു കരുതിക്കോ. അതില് ഒരു 2,500 കോടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്. അപ്പൊ ഇതിന്റെ 10,000 crore 25% സ്ത്രീകൾക്ക് വേണ്ടി ചെലവാക്കുന്നത്. അതായത് ഇത് 25% 30% താഴെയാണല്ലോ, 30%ക്കാളും കുറവാണല്ലോ 25%. അപ്പൊ 30% താഴെ ചില സ്കീമുകളിൽ അതിൽ സ്ത്രീകൾക്കുള്ള അലോക്കേഷൻ 30% താഴെ ആയിരിക്കും, 30% താഴെ ആയിരിക്കും. ആ സ്കീമുകളെല്ലാം കൂടെ എടുത്ത് സി എന്ന് പറഞ്ഞൊരു എൻട്രി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തിടും. 30% കൂടുതലാണെങ്കിൽ ബിയിലിടും ഒരു സ്കീമില് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അലോക്കേഷൻ. 100% സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ എയിലിടും. ഇതെല്ലാം കൂടെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ ഫണ്ടിങ് എത്രയാണെന്ന് നോക്കാം. അതാണ് ജെൻഡർ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ഇപ്പൊ GDPയുടെ 1% ആയി. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. ജെൻഡർ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും എമൗണ്ട് കൂടി വരുന്നതാണ് നല്ലത്. അതാണ് ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസീവ്നെസ്സിനെ കാണിക്കുന്നത്. കാര്യം സ്ത്രീ അനുകൂലമായിട്ടുള്ള ബഡ്ജറ്റിംഗ് കൂടുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതിനെ കുറിച്ചാണ്. പിന്നെ ലാറ്ററൽ എൻട്രിയെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ലാറ്ററൽ എൻട്രി എന്താണെന്ന് ഈ ഇടയ്ക്ക് വിഷയമൊക്കെ ആയതല്ലേ. ലാറ്ററൽ എൻട്രി വേറെ ഒന്നും അല്ല. നമുക്ക് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പൊ ഈ ലാറ്ററൽ എൻട്രി എപ്പോഴും ടോപ്പ് ലെവലിലേ വരുള്ളൂ. UPSC നടത്തുന്ന നിയമനങ്ങളിലെ ലാറ്ററൽ എൻട്രി വരുള്ളൂ. അല്ലാതെ നമ്മളെ PSCയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തുന്ന നിയമനങ്ങളിൽ ലാറ്ററൽ എൻട്രി വരില്ല. ഹയർ ലെവലിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കേണ്ട ആ ഒരു ലെവലിൽ IAS ലെവലിൽ ആണ് ഈ ലാറ്ററൽ എൻട്രി വരുന്നത്. സീനിയർ IAS സാധാരണ ജോയിന്റ് സെക്രട്ടറീസ് ആവുന്നത് പല ഡിപ്പാർട്ട്മെന്റുകളിലും. അവർക്ക് പോളിസി ഡിസിഷൻസ് എടുക്കാൻ എംപവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ പോളിസി ഡിസിഷൻ എടുക്കേണ്ട ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനൊക്കെ ഈ സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ജോയിന്റ് സെക്രട്ടറീസ് തൊട്ട് മുകളിലോട്ടുള്ള ആൾക്കാർ. അപ്പൊ അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ചില സെക്ടറുകളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളെ നമുക്ക് ലാറ്ററൽ എൻട്രി നടത്താൻ ഇന്ത്യയിൽ പണ്ടേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പം മോഡി ഗവൺമെന്റ് കൊണ്ടുവന്നല്ല, പണ്ടേ ഉള്ളതാണ്. ഇവിടെ പറയുന്നുണ്ടത് സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ 2005. അതുപോലെ 1970കളിൽ തന്നെ MS 1960കളിലേക്ക് MS സ്വാമിനാഥൻ, മൻമോഹൻ സിംഗ്, മൊണ്ടേക് സിംഗ് അൽവാലി എന്ന് പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷന്റെ പഴയ വൈസ് ചെയർമാൻ, ഇവരെല്ലാം അങ്ങനെ വന്നു. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തോട്ട് ലാറ്ററൽ എൻട്രി അനുവദിക്കുന്നുണ്ട് ഈ സ്പെഷ്യലിസ്റ്റ് കേഡറിൽ. പക്ഷേ ഇതിപ്പോ 2005 വീരപ്പ മൊയ്ലിയുടെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷനും അത് അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇതിൽ വന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ റിസർവേഷൻ പൊളിറ്റിക്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒപ്പോസിഷൻ പാർട്ടീസ് മോഡി ഗവൺമെന്റ് അഗേൻസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന സമയമാണ്.
അപ്പൊ ഇപ്പൊ ലാറ്ററൽ എൻട്രിക്ക് വേണ്ടിയിട്ട് UPSC ഞാൻ പറഞ്ഞു സിവിൽ സർവീസ് ലെവലിലാണ് ഈ പോസ്റ്റുകൾ അവർ കൈകാര്യം ചെയ്യുന്ന പോസ്റ്റുകളിലാണ് ഈ ലാറ്ററൽ എൻട്രി നടക്കുന്നത്. അപ്പൊ UPSC തന്നെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇടുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ ഏതാണ്ട് ഒരു 50ഓളം ലാറ്ററൽ എൻട്രിക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ഇട്ടു. അപ്പൊ അതിൽ റിസർവേഷൻ എൻഷുർ ചെയ്തില്ല എന്ന് പറഞ്ഞാണ് ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാം കൂടെ പ്രശ്നം ഉണ്ടായി. അങ്ങനെ അത് മോഡി ഗവൺമെന്റ് അത് വിത്ഡ്രോ ചെയ്തു, ആ ഒരു നോട്ടിഫിക്കേഷൻ. മോഡി ഗവൺമെന്റ് അല്ല, UPSC വിത്ഡ്രോ ചെയ്തു. മോഡി ഗവൺമെന്റ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ. അപ്പൊ ലാറ്ററൽ എൻട്രി എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇത് പല രാജ്യങ്ങളിലും ഉണ്ട്. അമേരിക്കയിലേക്കും ലാറ്ററൽ എൻട്രി സിസ്റ്റം ഉണ്ട്. 1883 തൊട്ടേ അവരത് സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ ഇന്ന് അത് ഭയങ്കരമായിട്ട് കുറച്ചു. അവരുടെ മൊത്തം 2.8 മില്യൺ ഗവൺമെന്റ് സ്റ്റാഫുകളിൽ വെറും 4000 പേര് മാത്രമേ ഇപ്പം പ്രസിഡന്റ് ഡയറക്ട്ലിയൊക്കെ അപ്പോയിന്റ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞൊക്കെ അമേരിക്കയുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. പല രാജ്യങ്ങളിൽ ഇതുള്ളതാണ്, ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ തൊട്ടേ ഇതിലുള്ളതാണ്. അപ്പൊ എന്തായാലും ലാറ്ററൽ എൻട്രി ഇപ്പൊ ഭയങ്കര വിവാദമായി. ഓക്കെ, പിന്നെ ഇന്ന് പൊതുവെ അല്ലാത്ത ഞാൻ ഈ ഡിസ്കസ് ചെയ്ത വലിയ ആർട്ടിക്കിൾസ് ഒഴിച്ച് അല്ലാത്ത ന്യൂസുകൾ ഭയങ്കര കുറവാണ്. NSA അജിത് ഡോവൽ അറൈവ്സ് ഇൻ കൊളംബോ ഓൺ 2-day വിസിറ്റ്. അതെന്തിനാണ് പോയെന്ന് വെച്ചാല്, അജിത് ഡോവൽ അറിയാലോ, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അദ്ദേഹം ശ്രീലങ്ക കൊളംബോ വിസിറ്റ് ചെയ്യുന്നു. അത് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, CSC, കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ്. ഇത് ആരൊക്കെ ചേർന്നാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ശ്രീലങ്ക, ഇന്ത്യ ആൻഡ് മാൽദീവ്സ്. ഇപ്പോ ഇന്ത്യയും ശ്രീലങ്ക മാൽദീവ്സ് മാത്രമേ ഉള്ളായിരുന്നു കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവില്. അതൊരു ഗ്രൂപ്പിംഗ് ആണ്. അതിലിപ്പോ മൗറീഷ്യസിനെയും ബംഗ്ലാദേശിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ 5 ആൾക്കാർ. ആരൊക്കെയാണ്? ശ്രീലങ്ക, മാൽദീവ്സ്, ഇന്ത്യ ആൻഡ് മൗറീഷ്യസ് ആൻഡ് ബംഗ്ലാദേശ്. അതാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ്. അതിൽ പങ്കെടുക്കാൻ അദ്ദേഹം പോയത്. പിന്നെ വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹരാസ്മെന്റ് കേസസ് അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂണിയൻ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഷീ ബോക്സ് എന്ന് പറയുന്ന SHEBOX ഷീ ബോക്സ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഡെവലപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്തു. യൂണിയൻ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഹാസ് ലോഞ്ച്ഡ് ഷീ ബോക്സ്, എ സെൻട്രലൈസ്ഡ് പോർട്ടൽ ഫോർ രജിസ്റ്ററിംഗ് ആൻഡ് മോണിറ്ററിംഗ് കംപ്ലൈന്റ്സ് ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് ദ വർക്ക് പ്ലേസ്. അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ അത് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ ഈ പേജ് വരുമ്പോൾ നമുക്കൊന്നും ആവശ്യമുള്ളതല്ല, ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിനടുത്ത പേജ് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യമുണ്ട്. സബ്മറൈൻ അരിഗാത്ത് സെറ്റ് ടു ആഡ് ബലാസ്റ്റ് ടു ന്യൂക്ലിയർ ട്രയഡ്. എന്താണ് ന്യൂക്ലിയർ ട്രയഡ് എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയർ ട്രയഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയർ ആംസ് ലോഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഫ്രം through our military, through our air force and through our navy. ഈ 3 സംഭവങ്ങൾക്കും ന്യൂക്ലിയർ ആംസ് വച്ച് മറ്റ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ന്യൂക്ലിയർ ട്രയഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇത് അരിഗാത്ത് എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പൊ ഡെവലപ്പ് ചെയ്ത INS അരിഗാത്ത്. ഇന്ത്യ ഇപ്പം ഡെവലപ്പ് ചെയ്ത വിശാഖപട്ടണത്താണ് നമ്മളത് ഉണ്ടാക്കിയ, വിശാഖപട്ടണം ഷിപ്പ് യാർഡില് ഉണ്ടാക്കിയ പുതിയ ന്യൂക്ലിയർ സബ്മറൈൻ ആണ്. നമുക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, INS അരിഹന്ത്. ഇത് നമ്മൾ ഉണ്ടാക്കിയതാ. അത് 2016 എല്ലാം കണ്ടാണ് ഉണ്ടാക്കിയത് INS അരിഹന്ത്. സ്വന്തമായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്താണ് INS അരിഹന്ത്. അതിനുശേഷമാണ് INS അരിഗാത്ത് വരുന്നത്. അത് ഇന്നലെയാണ് കമ്മീഷൻ ചെയ്ത് വിശാഖപട്ടണത്ത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. അപ്പൊ ഇതിനകത്ത് ന്യൂക്ലിയർ സബ്മറൈൻ ആണ്. ഇതിനകത്ത് മിസൈൽസ് ഘടിപ്പിച്ചിട്ടുണ്ട്. K-15 എന്ന് പറയുന്ന മിസൈൽ. ഇത് സബ്മറൈനിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന മിസൈലാണ്. 750 കിലോമീറ്റർ ആണ് അതിന്റെ ദൂരം. ഇനി K4 ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാം, 3500 കിലോമീറ്റർ ദൂരമുള്ള. ഇതിൽ ന്യൂക്ലിയർ വാർഹെഡ്സ് പിടിപ്പിക്കാൻ പറ്റും, ന്യൂക്ലിയർ ആംസ് ഈ പറഞ്ഞ മിസൈൽസ് പിടിപ്പിക്കാൻ പറ്റും. അത് INS അരിഗത്ത് അല്ലെങ്കിൽ INS അരിഹന്തിലൊക്കെ ഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ലോഞ്ച് ചെയ്ത് നമുക്ക് എനിമീസ്, ഇപ്പൊ പാകിസ്ഥാനോ ചൈനയൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്താൽ അത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ന്യൂക്ലിയർ ട്രയഡ്. അപ്പൊ നേവിക്കും കൂടെ ഇപ്പൊ ന്യൂക്ലിയർ ആംസ് വെച്ച് ഉള്ള മിസൈൽസ് ലോഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയി. പിന്നെ DGCA അറിയാലോ, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി റെഗുലേറ്റർ ആണ്. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് DGCA ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. ഓക്കെ, അവരെ കുറിച്ചുള്ള ന്യൂസ് ഇന്നത്തെ ഫ്രണ്ട് പേജിലുണ്ട്, അതിലേക്ക് പോകുമ്പോൾ ഞാൻ പറയാം.
ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയായ സതാംപ്ടൺ ഇന്ത്യയില് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തു. സെന്റർ ഓൺ തേഴ്സ്ഡേ ഇഷ്യൂഡ് ലെറ്റർ ഓഫ് ഇന്റന്റ് ടു ദ യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടൺ, യുണൈറ്റഡ് കിങ്ഡം, ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ക്യാമ്പസ് ഇൻ ഇന്ത്യ, മേക്കിംഗ് ഇറ്റ് ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ടു ഗെറ്റ് ലെറ്റർ ഓഫ് ഇന്റന്റ് അണ്ടർ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ റെഗുലേഷൻ ഫോർ സെറ്റിംഗ് അപ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യക്കകത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് സെറ്റപ്പ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ച് നാൾ മുമ്പ് തീരുമാനിച്ചിരുന്നു. വേണമെങ്കിൽ ഭാവിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്, അല്ലെങ്കിൽ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെയൊക്കെ വേൾഡിലെ എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ ചിലപ്പോൾ അവരുടെ ക്യാമ്പസുകൾ സ്റ്റാർട്ട് ചെയ്യും. ഈ സതാംപ്ടൺ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ബ്രിട്ടനിലാണ്, അത് വളരെ ഫേമസ് ആണ്. അവര് ഇന്ത്യയില് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആകുമ്പോഴാണ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ നല്ല കാര്യമല്ലേ? നമ്മളെ പിള്ളേരൊക്കെ വിദേശത്ത് പോയി പഠിക്കാതെ അവരുടെ ക്യാമ്പസ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ പഠിച്ചുകൂടെ? എന്തിനാണ് നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മുടെ വിദേശ നാണയം മറ്റു രാജ്യങ്ങളിൽ കൊണ്ട് സ്പെൻഡ് ചെയ്യുന്നത്? പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോ മൂഡീസ്, ഫിച്ച്, ഇവർ രണ്ടുപേരുടെയും ചില അഭിപ്രായങ്ങളാണ്. മൂഡീസും ഫിച്ചും ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. മൂഡീസ് ആൻഡ് ഫിച്ച് ഇവർ രണ്ടുപേരും ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. മൂഡീസ് പറഞ്ഞേക്കുന്നത് ഇന്ത്യയുടെ GDP ഈ വർഷം 7.2% ഗ്രോ ചെയ്യുന്നതാണ്. അത് കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ യാതൊരു ചാൻസും ഇല്ല. ബിക്കോസ് ഇന്റർനാഷണലി നോട്ട് ദാറ്റ് മച്ച് പ്രോബ്ലംസ് ആർ ദർ കറന്റ്ലി, ആൻഡ് Ukraine Russia war and Israel Gaza war, these wars actually they are taken into account during the calculation of our GDP growth forecasting. അപ്പോൾ ഇതൊക്കെ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. എന്നിട്ട് തന്നെ 7.2% ഗ്രോത്ത് ആ വരുന്നത്. അപ്പം ഇനി അതല്ലാതെ ഒരു പുതിയ വിഷയം ഉണ്ടാവാതെ നമ്മളുടെ ഗ്രോത്ത് റേറ്റ് കുറയാൻ സാധ്യതയില്ല. അപ്പൊ ഇത് കൂടാനേ സാധ്യതയുള്ളൂ. 7.2% ഗ്രോ ചെയ്യുന്നതാണ് നമ്മളുടെ മൂഡീസ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു എക്സാമിന് ചോദിക്കുക, ആസ് പെർ ദ forecasting of Moody's, the global credit rating agencies, India's GDP growth will be -% during the financial year 2024-25. That will be 7.2%. Okay. അപ്പൊ ഫിച്ചും അതുപോലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെയാണ്. പിന്നെ റിലയൻസിന്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ്, റിലയൻസ് ബോണസ് ഇഷ്യൂ കൊടുക്കാൻ പോയാണെന്നാണ്. 1:1 റേഷ്യോ. അതായത് എനിക്കിപ്പോ റിലയൻസിന്റെ 10 ഷെയർ ഉണ്ടെങ്കിൽ 10 ഷെയർ റിലയൻസ് ഫ്രീ ആയിട്ട് തരും. മനസ്സിലായോ? അല്ലെങ്കിൽ 100 ഷെയർ ഉണ്ടെങ്കിൽ 100 ഷെയർ ഫ്രീ ആയിട്ട് തരും. അപ്പൊ എനിക്ക് ഈ 100 ഷെയറിന്റെ വാല്യൂ ഇപ്പൊ 75,000 രൂപയാണെങ്കിൽ ഒരു 100 ഷെയറുടെ എക്സ്ട്രാ ആയിട്ട് അത്രയും കൂടെ കിട്ടിയല്ലേ? അത് റിലയൻസിന് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. റിലയൻസ് അതാണ് അവരുടെ ഗുണം. എന്തൊക്കെ കുറ്റം ആരൊക്കെ പറഞ്ഞാലും അവര് വളരുമ്പോൾ അവരുടെ പ്രോഫിറ്റ് കൂടുമ്പോൾ അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെയും അവർ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വളർന്ന ഇന്ത്യയിലെ കമ്പനിയാണ് റിലയൻസ്. ആദ്യമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഇത്രയും പ്രാധാന്യം കൊടുത്തത് ധീരുഭായി അംബാനിയുടെ പീരീഡ് തൊട്ടേ, ഇവരുടെ ഫാദറിന്റെ പീരീഡ് തൊട്ടേ റിലയൻസ്. അതിന്റെ കയ്യിൽ റിലയൻസിന്റെ ഒരു 50,000 രൂപയുടെ ഷെയർ ഉണ്ട്. അപ്പൊ എനിക്കത് ബെനിഫിറ്റ് ആണ്. ഞാൻ സത്യത്തിൽ ലക്ഷങ്ങൾ ഷെയർ മേടിച്ച് കൈവച്ചിരുന്നെങ്കിൽ എനിക്കത് ഭയങ്കര പ്രോഫിറ്റ് ആയിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പല കമ്പനികളും ബോണസ് കൊടുക്കാറുണ്ട്. ബോണസ് ഷെയർ 1:1 റേഷ്യോയിലാണ് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചില്ല. അത് മിക്കവാറും നടക്കും. September 5 അവരൊരു AGM ഉണ്ട്, അതിൽ അവർ തീരുമാനിക്കും. പിന്നെ അദാനി വീണ്ടും ഇന്ത്യയിലെ റിച്ചസ്റ്റ് മാൻ ആയിട്ട് മാറുന്നു പറഞ്ഞ് ഹുറൂൺ എന്ന് പറയുന്ന ചൈനീസ് മാഗസിന്റെ റിപ്പോർട്ട് വന്നേക്കുന്നത്. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഫോർബ്സ് മാഗസിന്റെ റിപ്പോർട്ട് എപ്പോഴും നമ്മൾ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റത് വേറൊരു മാഗസിനാണ്, ഹുറൂൺ എന്ന് പറയുന്ന മാഗസിൻ, ചൈനീസ് ആണ്. അവർ പറഞ്ഞേക്കുന്നത് മുകേഷ് അംബാനിയെ ഓവർടേക്ക് ചെയ്ത് ഗൗതം അദാനി ബിക്കെയിം ദ റിച്ചസ്റ്റ് പേഴ്സൺ ഓഫ് ഇന്ത്യ ആൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ഓഫ് ഏഷ്യ എന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ അദാനി ഗ്രൂപ്പിന്റെ തന്നെ NCDയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NCD എന്ന് പറഞ്ഞാൽ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. NCD നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്, അതായത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പണം കടം മേടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് കമ്പനികൾക്ക്. ബോണ്ടും ഡിബഞ്ചറും രണ്ടും കടം മേടിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അവർ കടമായിട്ട് നമ്മളിത് പൈസ മേടിക്കും, നമുക്ക് അതിന് തിരിച്ച് ഇൻട്രസ്റ്റ് തരും. അവർ പറഞ്ഞ ഒരു പീരീഡ് കാണും, അത് കഴിയുമ്പോൾ മുതലും തിരിച്ചു തരും. അതാണ് ബോണ്ടിലും ഡിബഞ്ചറിലും നടക്കുന്നത്. പിന്നെ ബോണ്ട് കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തിയാണ്. ഡിബഞ്ചർ ചിലപ്പം കമ്പനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാർക്കായിരിക്കും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരെക്കാളും പ്രൊട്ടക്ഷൻ കുറവ്. ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് പൈസ തിരിച്ചു കിട്ടുന്ന ഉറപ്പാണ്. ഡിബഞ്ചറിൽ നിന്ന് 2 തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട്, കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സും നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സും. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഡിബഞ്ചറിന് ആ കടപ്പത്രം എന്നാണ് എന്റെ മലയാളം, കടപ്പത്രത്തിന് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ആണ്. ദാറ്റ് കനോട്ട് ബി കൺവെർട്ടഡ് ഇൻടു ഷെയർസ്. That is already stated by the company when we are purchasing that debenture. So we cannot claim that it should be converted into shares like that. പക്ഷേ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഉണ്ട്. അതാകുമ്പോൾ ആ ഡിബഞ്ചറിന്റെ ഭാവിയിൽ വേണമെങ്കിൽ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും കമ്പനി. പിന്നെ
വേൾഡ് പേജിൽ ടെലിഗ്രാമിന്റെ സിഇഒയെ അറസ്റ്റ് ചെയ്തു. ടെലിഗ്രാമൊക്കെ ഭാവിയിൽ ബാൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യം ടെലിഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ എന്തൊക്കെ നടക്കുന്നതായിരുന്നു നമുക്ക് തന്നെ അറിയാം. ടെലിഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ചൈൽഡ് പോർണോഗ്രഫി ഉൾപ്പെടെ. അപ്പൊ അതിനെ തടയാൻ അവരൊന്നും ചെയ്യുന്നില്ല, അത് പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് പവൽ ഡുറോവ് എന്ന് പറയുന്ന അതിന്റെ കോ ഫൗണ്ടർ സിഇഒ അയാളെ അറസ്റ്റ് ചെയ്തു. എവിടെ? ഫ്രാൻസിൽ വെച്ച്. പാവൽ ഡുറോവ് ഇങ്ങനൊരു റഷ്യക്കാരനാണ്. അതിന്റെ ബാക്കിൽ പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. റഷ്യക്കാരനായതുകൊണ്ട് ആണെന്നും പറയുന്നുണ്ട്. പിന്നെ പാരാലിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു പാരാലിമ്പിക്സ് ഈസ് ഫോർ ഫിസിക്കലി ചലഞ്ചഡ് അത്ലറ്റ്സ്. ദ വെന്യൂ ഓഫ് പാരാലിമ്പിക്സ് 2024 ഈസ് പാരീസ്. ആൻഡ് the season ending Grand Slam tennis tournament US Open also started. US Open ഞാൻ ഇന്നലെ അതിനെ കുറിച്ച് പറഞ്ഞു. US Open നടക്കുന്ന വെന്യൂവിന്റെ പേര് ഫ്ലഷിംഗ് മെഡോസ്. US Open നടക്കുന്ന വെന്യൂവിന്റെ പേരെന്താണ്? ഫ്ലഷിംഗ് മെഡോസ്. ഒരു വർഷം നടക്കുന്ന ലാസ്റ്റ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ഈസ് US Open. പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന ടേബിൾ ടെന്നീസ് ലീഗിന്റെ പേരാണ് UTT. ക്രിക്കറ്റിൽ IPL എന്നൊക്കെ പറഞ്ഞ നടക്കാണ് ടേബിൾ ടെന്നീസിൽ UTT, അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ്. UTT ഇന്ത്യയിലെ ടേബിൾ ടെന്നീസ് ലീഗാണ്. പിന്നെ വേൾഡിലെ നമ്പർ 1 ടെന്നീസ് പ്ലെയറിന്റെ പേര് ഇവിടെ ഉണ്ട്, ജാനിക് സിന്നർ. അയാൾ US Openൽ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ കുറിച്ചാണ്. ജാനിക് സിന്നർ, വേൾഡ്സ് നമ്പർ 1 ടെന്നീസ് പ്ലെയർ, ഇറ്റലിക്കാരനാണ്. പിന്നെ സ്പോർട്സ് പേജിൽ വേറൊന്നും പറയാനില്ല. പിന്നെ ഏവിയേഷൻ റെഗുലേറ്റർ പ്ലേസ് സ്പൈസ് ജെറ്റ് അണ്ടർ സ്ട്രിക്ട് വാച്ച്. ഇന്ത്യയിൽ സ്പൈസ് ജെറ്റ് എന്ന് പറഞ്ഞ കമ്പനി പൂട്ടിപ്പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. സ്പൈസ് ജെറ്റ് ഈസ് അണ്ടർ സിവിയർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. And aviation regulator of India DGCA put SpiceJet under strict watch. കാര്യം എന്ന് വെച്ചാൽ പല പ്രോബ്ലംസും ഈ കമ്പനിക്ക് ഉണ്ടാവുന്നവർക്ക് മനസ്സിലായി. അത് പാസഞ്ചേഴ്സിന് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് DGCA, Director General of Civil Aviation, that is the Civil Aviation Safety Regulator of India, they put SpiceJet under strict watch. പിന്നെ SCO സമ്മിറ്റിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ പാകിസ്ഥാൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. SCO എന്ന് പറഞ്ഞാൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ആണ്. അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ SCO ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, റഷ്യ, ചൈന, കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഇവരെല്ലാം ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് SCO, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. That SCO's this year's meeting is at Islamabad. So Indian Prime Minister has to attend in that meeting because India is a member of SCO, but India will not attend that meeting because of the problems existing between India and Pakistan. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാൻ ചാൻസ് ഇല്ല. ബട്ട് India got the invitation from the Pakistani side since they are the host country. മുസ്ലിം മാരേജ് രജിസ്ട്രേഷൻ മസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞ ഒരു നിയമം ആസാമിൽ പാസ്സായിരിക്കുകയാണ്. അത് ആസാമിൽ പാസ്സാവാൻ കാരണം നമ്മുടെ കേരളത്തിൽ പോലെയൊന്നും അല്ല. അവിടെ മാരേജ് രജിസ്ട്രേഷൻ നടക്കുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ വേറെന്തോ ഒരു സിസ്റ്റം വഴിയാണ്. അല്ലാതെ എന്തോ ഒരു പേരുണ്ട് അതിൻ്റെ അത്. ഖാസി എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ രജിസ്റ്റർ ചെയ്യുന്ന. അപ്പൊ ഈ ഡിവോഴ്സും ഒക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും മുസ്ലിം വിമനൊന്നും ഒരു പ്രൊട്ടക്ഷനും കിട്ടാറില്ല ഖാസി സിസ്റ്റത്തിൽ. അത് ഒഴിവാക്കാൻ വേണ്ടി മറ്റ് മതക്കാരെ പോലെ ഒരു രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണം, എന്നാലേ അത് വാലിഡ് ആവുള്ളൂ എന്നൊരു നിയമമാണ് ആസാമിൽ കൊണ്ടുവരുന്നത്. അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്ത പേജുകളിൽ നമുക്ക് ആവശ്യമുള്ളൊന്നുമില്ല, കാരണം അത് സ്റ്റേറ്റ് പേജുകളാണ്. ഞാൻ നോക്കിയതൊന്നുമില്ല പറയാൻ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും ബൈ. അതിന് മുമ്പായിട്ട് എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായമുള്ളതൊക്കെ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.